നമ്മളിൽ പലരും ഇൻകം ടാക്സ് റിട്ടേൺസ് ITR ഫയൽ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് റീഫണ്ട് ലഭിക്കുവാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ കണക്കുകളെല്ലാം കൃത്യമാക്കി വെക്കുവാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ ITR ഫയൽ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ ITR ഫയൽ ചെയ്ത് കഴിയുമ്പോൾ ആഴ്ചകൾക്കുള്ളിൽ അല്ലെ മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ റീഫണ്ട് തുക നമ്മുടെ അക്കൗണ്ടിൽ ലഭിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കുകയാണ്. ആഴ്ചകൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ നമ്മുടെ ITR ഫയൽ ചെയ്തിട്ട് റീഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പോർട്ടലായ CVGRMSലും അതോടൊപ്പം തന്നെ പല അധികാരികളിലും മെയിലുകളും മറ്റും അയച്ചപ്പോൾ കിട്ടിയ വിവരം വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. എന്തായിരുന്നു ആ വിവരം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയുന്നത്. അപ്പോൾ ITR ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. മുൻ വർഷങ്ങളിലെ പോലെ ലക്ഷക്കണക്കിന് നികുതിദായകരാണ് ITR ഫയൽ ചെയ്ത് കാത്തിരിക്കുന്നത്. അവർക്കെല്ലാം ലഭിച്ച വിവരം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇത്രയധികം കാലതാമസങ്ങൾ വരുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ കോമൺ സർവീസ് സെൻറ്ററിനെയും മറ്റും ആശ്രയിച്ച് അവർ പ്രധാനമന്ത്രി പോർട്ടലിലേക്കും മറ്റുള്ള ഉന്നതരിലേക്കും മെയിലുകളും മറ്റും അയക്കുകയുണ്ടായി. അപ്പോൾ ആ മറുപടി കണ്ടാൽ, ഇൻകം ടാക്സിൽ നിന്നും മറ്റും ലഭിച്ച മറുപടി കണ്ടാൽ നമ്മെ ഞെട്ടിക്കും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭിച്ച മറുപടി 9 മാസം വെയിറ്റിംഗ് പീരീഡ് ആണ് ഇതിന് വേണ്ടുന്നത് എന്നാണ്. 9 മാസം സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ നികുതിദായകർക്ക് വളരെയധികം പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണിത്. കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, നമ്മുടെ പണം വാങ്ങി വെച്ചിട്ട് നമുക്ക് അത് തിരികെ ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ഇതിന് കമൻറ്റ് ചെയ്യൂ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് അധികാരിലേക്ക് എത്തിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഒരുപാട് ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം വീഡിയോ ചെയ്യുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അണ്ടർ പ്രോസസ്സിംഗ് എന്നാണ് ഈ അപേക്ഷ ഇപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ ഈ അണ്ടർ പ്രോസസ്സിംഗ് എന്നുള്ള അപേക്ഷ മാസങ്ങളായാലും ഇത് മാറുകയില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ വർഷം നമ്മൾ ഈ പറഞ്ഞ പോലെ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങും മറ്റും കഴിഞ്ഞ് അടുത്ത വർഷം ഇതേ സമയം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന തരത്തിലേക്ക് ഡിലേ ആക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരും മറ്റുള്ള കാര്യങ്ങളും. അപ്പോൾ ഇതിനെതിരെ പല ആളുകളും ഇതറിയാതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ അറിയേണ്ട കാര്യമാണ്, നിങ്ങളെല്ലാവരും ഈ നികുതി അടച്ച ആളുകളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പരാതികൾ സമർപ്പിക്കുക. നമ്മുടെ ആശങ്ക സർക്കാരിനെ അറിയിക്കുക. സർക്കാരാണ് ഇതിന് തീരുമാനമെടുക്കേണ്ടത്. വരും വർഷങ്ങളിലെ പോലെ തന്നെ നികുതിദായകർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ തന്നെ നികുതി അടച്ച് നമുക്ക് റീഫണ്ട് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. അത്യാധുനിക സംവിധാനങ്ങളും അത്യാധുനിക ഡിജിറ്റൽ വിപ്ലവങ്ങളും പറഞ്ഞു നടക്കുന്ന നമ്മുടെ നാടുകളിൽ ഇങ്ങനെ ഉള്ള കാലതാമസം എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജനങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിലേക്കും നമ്മുടെ പരാതികൾ കൃത്യമായിട്ട് അറിയിക്കാത്തതിനെ തുടർന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉടലെടുക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ E20 പെട്രോൾ പോലെയുള്ള വിപ്ലവങ്ങൾ രാജ്യത്ത് നടക്കുമ്പോൾ നമ്മൾ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ഇതിനൊന്നും പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻ്റ് ആയതിനു ശേഷം പലരും സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചർച്ചയിലേക്ക് പോകുന്നു. എന്നാൽ ഇത് ആദ്യം തുടങ്ങുന്ന വേളയിൽ തന്നെ നമ്മൾ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ്സും കൃത്യമായിട്ടുള്ള ഒരു നമ്മുടെ എതിർപ്പും മറ്റും ഈ സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴിത്. വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാവരെയും ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് കമ്പനികൾക്കും ഒക്കെ കോടിക്കണക്കിന് രൂപ റീഫണ്ട് ലഭിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ, റീഫണ്ട് ലഭിക്കും. നമ്മൾ അടച്ച പൈസ നമ്മൾ അടുത്ത വർഷം, അതായത് ഈ വർഷത്തെ റീഫണ്ട് നമ്മൾ അടുത്ത വർഷം ഫയൽ ചെയ്യുന്ന സമയത്തിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ, നമ്മളെ ഈ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടും നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഉണ്ടാകുന്ന ഒരു കനത്ത ആഘാതവുമായിരിക്കും ഈ നടപടി ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഇതിനു വേണ്ടി പോരാടാം. അപ്പോൾ എല്ലാ ആളുകളും, പ്രത്യേകിച്ച് നികുതിദായകരായിട്ടുള്ള എല്ലാ ആളുകളും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.
മാക്സിമം ഷെയർ ചെയ്ത് ഇത് നമ്മുടെ മന്ത്രിമാരിലും പ്രധാനമന്ത്രിയും മറ്റ് ഉന്നതരിലേക്കും എത്തിച്ചതിന് ശേഷം ഇതിന് തീർച്ചയായിട്ടും ഒരു നടപടി ഉണ്ടാകണം. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യയിലെ കോടിക്കണക്കിന് നികുതിദായകർക്ക് ഒരു ആശ്വാസമാകട്ടെ ഈ വീഡിയോ. അതോടൊപ്പം തന്നെ ഇത് കൃത്യമായിട്ട് ഇതിനൊരു നടപടി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ.